സുരക്ഷിതമായി അന്തിയുറങ്ങാൻ വീടില്ലാതെ ദുരിതത്തിലാണ് കോഴിക്കോട് നന്മണ്ട സ്വദേശി ഷിബുവും കുടുംബവും. 2 പെൺമക്കളുള്ള കുടുംബം കഴിയുന്നത് പ്ലാസ്റ്റിക് ഷെഡിലാണ്. 7 വർഷം മുമ്പ് പേരിനൊരു ഓലമേഞ്ഞ വീടെങ്കിലും ഉണ്ടായിരുന്നു ഷിബുവിനും കുടുംബത്തിനും. ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നതോടെ 1 ലക്ഷം രൂപ പഞ്ചായത്ത് പാസാക്കി. എന്നാൽ മുഴുവൻ തുകയും ലഭിക്കാത്തതിനാൽ വീടെന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ്. വിദ്യാർത്ഥിനിയും 4ാം ക്ലാസ്സുകാരിയും ഉൾപ്പെടുന്ന ഈ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് അടച്ചുറപ്പോ സൗകര്യങ്ങളോ ഇല്ലാത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ ഷെഡിലാണ്. അന്തിയായാൽ വളക്കച്ചവടവും കഴിഞ്ഞ് ഷിബു എത്തും വരെ ബിന്ദു മക്കളുമായി കഴിയുന്നത് ഭീതിയോടെയാണ്. മൂത്ത കുട്ടീനെ ഇവിടെ പഠിപ്പിക്കാൻ കഴിയാത്തതിലുള്ളത് അവളെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും വാതിലോ അടച്ചുറപ്പൊന്നും ഇല്ലാത്ത വീട്ടിൽ ധൈര്യമില്ലാത്തതുകൊണ്ട് നിർത്തുന്നില്ല. പിന്നെ ചെറിയ മോളും ഞാനുമാണ് കഴിയുന്നത്. ഇവരെ സഹായിക്കാനായി മക്കളായ ദിനുവിന്റെയും ദിശയുടെയും സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അടച്ചുറപ്പോടെ കിടന്നുറങ്ങാൻ ഒരു കൊച്ചു വീടുണ്ടാക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണിവർ. റിപ്പോർട്ടർ, കോഴിക്കോട്.